ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ മറയ്ക്കാൻ നോക്കി. റൈറ്റ്? ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, എവിടെ പോയി മറയ്ക്കാൻ? ഞാൻ എവിടെ പോയാലും നിനക്കത് മറവായിരിക്കുകയില്ല. ആകെ എനിക്ക് നിന്നോട് ആവശ്യപ്പെടാൻ കഴിയുന്ന ഏക കാര്യം നിന്റെ മുഖം മറയ്ക്കണമെന്നാ. നമ്മളൊക്കെ പാപം ചെയ്യാഞ്ഞിട്ടല്ല, നമ്മളൊക്കെ നീതിമാന്മാരായി ഭൂമിയിലേക്ക് അവതരിച്ചത് കൊണ്ടല്ല. പ്രത്യുത ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ പാപങ്ങളെ കാണാതെ വണ്ണം അവന്റെ മുഖം മറച്ചതാണ്. നമ്മൾ നമ്മുടെ പാപങ്ങളെ മറയ്ക്കാൻ പരിശ്രമിച്ചാൽ ഒരിക്കലും വിജയിക്കത്തില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവന്റെ മുഖം മറയ്ക്കാൻ. അവൻ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം അതാണ്. അവന്റെ മുഖം മറയ്ക്കുക. താഴോട്ട് വായിക്കുന്ന സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് അവൻ പറയുന്നതായ ഒരു വാക്ക്, 51:9 verse 10, and also I'm not reading all those passage. എന്നിട്ട് സംസാരിക്കുമ്പോൾ നീ നീതിമാനായിരിക്കും. അവൻ പറയുന്നൊരു കാര്യമാണ്. സംസാരിക്കുമ്പോൾ അതിന്റെ വേഴ്സ് 4 നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വാസ്തവത്തിൽ പാപമോചനത്തിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതാണ് ഇവിടെ, അല്ലെങ്കിൽ അനുതാപത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ദാവീദ് പറഞ്ഞതെന്നറിയാമോ? നീ എന്നോട് സംസാരിച്ചാൽ, എന്റെ പാപത്തെക്കുറിച്ച് നീ സംസാരിച്ചാൽ, നീയാണ് നീതിമാൻ. അതായത് നീ എന്നെ എന്ത് ശിക്ഷിച്ചാലും എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്ത് നീ ചെയ്തത് കൂടുതലായി പോയെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അവിടുത്തെ വ്യത്യാസം. സംസാരിക്കുമ്പോൾ ആര് നീതിമാനാണ്? നീ നീതിമാൻ. നീ എന്നോട് ഇടപെട്ടാൽ, സപ്പോസ് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പകരമായിട്ട് കർത്താവ് എന്നെ പീഡിപ്പിച്ചാൽ, എത്ര പീഡിപ്പിച്ചാലും, എന്തു ചെയ്താലും, എന്നെ തളർത്തിക്കളഞ്ഞാലും, എന്നെ പുഴുക്കൾക്ക് എറിഞ്ഞു കൊടുത്താലും, എന്നെ കൊത്തി അരിഞ്ഞു കൊടുത്താലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം ഞാൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ ദൈവത്തിന് എന്തും ചെയ്യാനുള്ള അവകാശം ദൈവത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിലും കൊടുത്തു, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. വൈ യു ഡിഡ് ഇറ്റ് ടു മീ ലോർഡ് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ജോണി എറിക്സനെ കുറിച്ച് ഞാൻ ഇവിടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. വളരെ വളരെ നല്ല അനുഭവങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു കാര്യം, ജോണി, യു നോ ദാറ്റ്, പലർക്കും അറിയാവുന്ന സ്റ്റോറിയാണല്ലോ. ക്വാഡ്രിപ്ലജിക് ആയിട്ട് ഹോൾ ബോഡി പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സമയത്ത് അവളുടെ ഡാഡിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡാഡി, ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. എന്നെ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, മോളെ, നീ ചെയ്ത എന്തെങ്കിലും പാപത്തിന്റെ ശിക്ഷയാണിതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവെ, ഞങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ചാണെങ്കിൽ നിത്യ നരകമാണ് ഞങ്ങൾക്ക് യോഗ്യമായ കാര്യമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നലെ അത് പ്രാർത്ഥിച്ചപ്പോൾ നിത്യനരകമൊന്നും അല്ലല്ലോ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. യു ആർ പാരലൈസ്ഡ്, ഓഫ് കോഴ്സ് യു ആർ സഫറിങ്. പക്ഷേ ദൈവം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയതെന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് പറയുന്നത് എന്ത്? സംസാരിക്കുമ്പോൾ നീ നീതിമാനായിരിക്കും. നീ എനിക്കെതിരെ എന്ത് ചെയ്താലും ഞാൻ ഒരിക്കലും നിന്നോട് വാദിക്കാനായിട്ട് എനിക്ക് കഴിയാതെ വണ്ണം എന്തും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യവും അതിനപ്പുറത്തും എന്നിൽ വന്നു പെടാൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണെന്നുള്ള തിരിച്ചറിവ്. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവാണ് നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്തോ ചെയ്തിട്ടാ ദൈവം എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വയനീതിയിലാണ് നിൽക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചതെന്ന് നമ്മൾ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അത്ര പാപിയൊന്നും അല്ലെന്നാണ് നമ്മൾ പറയുന്നത്. പാപത്തിന്റെ ശിക്ഷയാണോ അല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പക്ഷെ ദാവീദ് പറയുന്നത് ഇതാണ്, നീ എന്നെ എന്ത് ചെയ്താലും നീ നീതിമാനായിരിക്കും. നീ എന്നെ എന്ത് ചെയ്താലും ഇതിനപ്പുറത്തായിട്ട് എന്താണ്? ഇതിനപ്പുറത്തായിട്ട് എന്നെ പീഡിപ്പിക്കുവാനുള്ള അവകാശം നിന്നിൽ ഉണ്ട്. സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലനുമാണ്. കാര്യം എനിക്ക് ചോദ്യങ്ങളില്ല എന്നാണ് ദാവീദോട് പറയുന്നത്. ചോദ്യങ്ങളില്ലാത്തവനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനായ ഒരു ദാവീദ്. നമ്മുടെ ജീവിതത്തിലും അത് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അവകാശമില്ലെന്ന് പറയുന്നത് ചോദ്യം ചെയ്തേക്കരുത് എന്ന് കർത്താവ് കൽപ്പിച്ചതുകൊണ്ടൊന്നുമല്ല.
ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോഴറിയുന്നത് നമ്മുടെ കയ്യിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധനവും ബാക്കിയില്ലാന്ന്. നമുക്കതിനുള്ള യോഗ്യതയൊന്നും ഇല്ല. അവന്റെ കരുണയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവ്. അപ്പോൾ നീതി എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് വേണ്ടി വാദിക്കുന്നതല്ല. പ്രത്യുത നമ്മൾ അനുഭവിക്കുന്ന ഏത് ദുരിതത്തിനും അപ്പുറത്തുള്ളതിന് നമ്മളെ പീഡിപ്പിക്കുവാനുള്ള, ശിക്ഷിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് ആണ് നമ്മൾ ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ ഉണ്ടാകുന്നത്. എന്നിട്ട് ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ല, എങ്കിലും നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. അവകാശമല്ല. ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയുന്ന ഒരു കാര്യവും എന്തല്ല, അവന്റെ അവകാശമല്ല, കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. നമുക്കെന്തോ ഈ കാലയളവിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ പാളിച്ച, ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള സകല അവകാശവും നമുക്കുണ്ടെന്നുള്ളൊരു ചിന്ത. അതാണ് വാസ്തവത്തിൽ പരീക്ഷ മനോഭാവം എന്ന് പറയുന്നത്. പരീശൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിൽക്കുമ്പോൾ, നീ ഇതെനിക്ക് ചെയ്തു തരാൻ ഞാൻ യോഗ്യൻ എന്നാ പറയുന്നത്. കർത്താവ്, ഞാൻ അവനെ പോലെയല്ല, ഞാൻ നീതി കെട്ടവനോ പിടിച്ചുകൊടുക്കാരനോ അല്ലെങ്കിൽ ഞാൻ കൊള്ള ചെയ്യുന്നവനോ ഒന്നുമല്ല, ഈ നിൽക്കുന്ന വ്യഭിചാരി ഒന്നുമല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാനല്ല. നോർമലി നിനക്ക് കിട്ടുന്ന യുവമാരെ പോലെയുള്ള വെറും കൊള്ളരുതാത്തവന്മാരെയൊക്കെയാ, പക്ഷെ എന്നെ പോലെ നല്ലൊരു മനുഷ്യനെ കിട്ടിയതിന് നീ എനിക്ക് സ്വതന്ത്രം ചെയ്യണമെന്നാണ് പറയുന്നത്. അവനെന്താണ്? അവന്റെ സ്വയം നീതിയിലാണ് നിൽക്കുന്നത്. വിശ്വാസികളും മിക്കപ്പോഴും ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വയം നീതിയിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ദാവീദ് പറയാണ്, സംസാരിക്കുമ്പോൾ നീ നീതിമാനായിരിക്കും, വിധിക്കുമ്പോൾ നീ നിർമ്മലനായിരിക്കും, എനിക്കൊരിക്കലും നിന്റെ മുമ്പിൽ യാതൊന്നും അവകാശപ്പെടാനില്ല, എങ്കിലും നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, എന്നെ നന്നായി കഴുകി ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഇറ്റ് ഈസ് ഓൾ ദ വർക്ക് ഇസ് ദ ഡീഡ്സ് ഓഫ് ഗാഡ്. നീതിയെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-20 വാക്യത്തിൽ കർത്താവ് നമ്മുടെ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ. പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് സെൽഫ് റൈച്ചിയസ്, അല്ലെങ്കിൽ അവരുടെ സെൽഫ് റൈച്ചിയസ്നെസ് ആണ്. പരീശനും ശാസ്ത്രിയും സെൽഫ് റൈച്ചിയസ് ആയിട്ടാണ്, സ്വയം നീതി ഉള്ളവനായിട്ടാണ് ചെന്ന് നിൽക്കുന്നത് തന്നെ. ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ നീതിയുടെ, പരീശന്റെ നീതിയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ശാസ്ത്രിമാരുടെ നീതിയുടെ പ്രത്യേകത, അവര് ഓരോ നിയമങ്ങളും അക്ഷരം പ്രതി എടുത്തു പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാൻ സമയമുണ്ട്. ഐ തിങ്ക് മേ ബി വി ക്യാൻ ലേൺ ഇറ്റ് ലേറ്റർ. പക്ഷെ അവിടുത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയുകയാണ്. അതായത് കൊല ചെയ്യരുത് എന്ന് പൂർവന്മാർ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ കൊലപാതകം നടക്കുന്നത് വരെ ഇവൻ പാപിയല്ലെന്ന ഇവന്റെ ചിന്ത. അതാണ് ശാസ്ത്രിയുടെ പ്രത്യേകത. അവൻ പറയുന്നത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷെ ഹൃദയത്തിൽ 1000 വട്ടം ഇവൻ സഹോദരനെ, അവന്റെ സാഹോദര്യത്തെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് നീതി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ, പ്രവൃത്തിയിലല്ല, പ്രവൃത്തിക്ക് പിന്നിലുള്ള ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, ഇന്റൻഷനാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. ആ ഹൃദയത്തിന്റെ ഇന്റൻഷൻ തന്നെ നീതിയാണെങ്കിൽ മാത്രമേ നമ്മുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതി എന്ന് പറയുമ്പോൾ വീണ്ടും ഞാനത് ഇച്ചിരി ഓടിച്ച് പറഞ്ഞു പോവുകയാണ്, പിന്നീട് അതിനെക്കുറിച്ച് വിശദമാക്കാൻ സമയമുണ്ടെങ്കിൽ ചെയ്യാം. നീതി എന്ന് വീണ്ടും പറയുമ്പോൾ അത് സ്വയത്യാഗത്തിലാണ് നീതി നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ നീതി അപ്രസക്തമാവുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നീതി യാഥാർത്ഥ്യമുള്ളതായിത്തീരുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാറുള്ള ഒരു കാര്യം, ഒരു ക്യാരക്ടർ യോസഫിന്റെ ക്യാരക്ടറാണ്. യോസഫ് എന്ന് പറയുമ്പോൾ മറിയ വിവാഹം കഴിച്ച യേശുവിന്റെ അപ്പനായിരുന്ന യോസഫ്. യോസഫിന്റെ നീതിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സ്റ്റോറി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഞാൻ പറയാണ്. യോസഫ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായ സ്ത്രീ മറിയ, അവർ കൂടി വരും മുമ്പേ അവൾ ഗർഭിണിയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. യഹൂദ പശ്ചാത്തലത്തിലും പല നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലും വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കുറച്ചുകൂടെ, നമ്മളിപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന്റെ തലേ ദിവസം വിവാഹം വേണ്ടാന്ന് വെച്ചാലും വലിയ പ്രശ്നമൊന്നും നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ
ഒരു സ്ത്രീയെ ഭാര്യ എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞതുപോലെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ. പിന്നെ അടുത്ത പരിപാടി തുടങ്ങുന്നത് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ച് നാളുകൾ ഈ പെൺകുട്ടി അപ്പന്റെയും അമ്മയുടെയും വീട്ടിൽ തന്നെ കഴിയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞ നിലയിലാണ് യോസഫും മറിയയും. അതുകൊണ്ടാണ് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാര്യയായ. കാര്യം അവരുടെ ഹൃദയത്തിലും യഹൂദ പശ്ചാത്തലത്തിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ബെട്രോത്തിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ റിലേഷൻ അത്രയ്ക്കും സ്ട്രോങ് ആണ്. അങ്ങനെ ഈ മറിയ അവർ കൂടി വരും മുമ്പേ അവളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ അവൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞു. അതൊരു വല്ലാത്തൊരു സ്റ്റേജാണ്. ദൂതൻ അവളുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു ഇറങ്ങി വരും, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവൾ വാസ്തവത്തിൽ അവൾ ആകെപ്പാടെ വിരണ്ടു പോവുകയാണ്. അവൾ പറയാണ്, ഞാൻ പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ സംഭവിക്കും? കാര്യം ഇതിന്റെ കോൺസിക്വൻസ് അവൾക്ക് ശരിക്കും അറിയാം. ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇവൾ ഗർഭിണിയായിട്ട് യോസഫിന്റെ അടുത്ത് ചെന്നാൽ യോസഫ് സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കത്തില്ല. ഇനി അതല്ല, യോസഫ് സ്വീകരിക്കത്തിലും തന്നെയല്ല, ഇവളുടെ ജീവനും അപകടത്തിലാണ്. കാരണം ഇവൾ വ്യഭിചാരം ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ കൂടി വരും മുമ്പേ ആര് മനസ്സിലാക്കി? യോസഫ് മനസ്സിലാക്കി മറിയ ഗർഭിണിയാണെന്നുള്ളത്. അതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു വാക്ക് ഭയങ്കര ഒരു ക്ലൂ നൽകുന്നുണ്ട്. എന്താണ് ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കാരണം പറയാതെ ഉപേക്ഷിക്കാനെന്നേ ഉള്ള അതിനകത്തെ അർത്ഥം. അതായത് എന്താണെങ്കിലും മറിയ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഉപേക്ഷിക്കുമ്പോൾ കാരണം പറയാതെ ഉപേക്ഷിക്കണം. എന്താണ് കാരണം പറയാതെ? നോർമലി ഇവന് വളരെ ഈസി ആയിട്ട് ചെന്നിട്ട് സെന്നദ്രീം സംഘത്തിൽ ചെന്നിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച സ്ത്രീയാണ് ഇവള്. ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിട്ടില്ല, പക്ഷെ ഇവൾ ഗർഭിണിയാണ്, അതുകൊണ്ട് ഇവൾ വ്യഭിചാരിയാണ്. ക്ലീനാണ്. അവന് ഒരു പ്രശ്നവുമില്ല. മറിയയുടെ ജീവിതം തീർന്നു, പക്ഷെ അവന് യാതൊരു പ്രശ്നവുമില്ല. മറിയ അവർ ചിലപ്പോൾ കല്ലെറിഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ തന്നെ അപമാനിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ ഇവന് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാര്യം ഇവൻ ഒരു കുറ്റക്കാരനുമല്ല. അവന് വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാം, ഒരു പ്രശ്നമില്ല. എന്നാൽ കാരണം പറയാതെ ഉപേക്ഷിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെല്ലുന്നത് ഒന്നും പറയുന്നില്ല, ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ്. എന്താണ് കാരണം? കാരണമൊന്നുമില്ല. കാരണമൊന്നുമില്ല എന്ന് പറയുമ്പോഴും മറിയ ആരാണ്? ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ കാരണം പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ കാരണം കണ്ടുപിടിക്കും. നാട്ടുകാരെന്താ പറയും? മാന്യം ചമഞ്ഞ് നടക്കുക, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവളിപ്പോ ഗർഭിണിയാ, അവളെ ഗർഭിണിയാക്കിയിട്ട് ഇവൻ കണ്ട് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ കുറ്റക്കാരൻ ആരായിത്തീരും? യോസഫ്. കാരണം പറഞ്ഞാൽ യോസഫ് കുറ്റവാളിയല്ല, മറിയ കുറ്റവാളിയാണ്. കാരണം പറഞ്ഞില്ലെങ്കിൽ ആര് കുറ്റവാളി ആയിത്തീരും? യോസഫ് കുറ്റവാളി ആയിത്തീരും. ആ യോസഫിന്റെ ത്യാഗം ഒന്ന് ആലോചിക്കണം. യോസഫ് പറയുന്നത്, ആ മറിയയെ അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന്, അതിനിഷ്ടമില്ലാത്തത് കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതായത് ശരിക്കും മറിയയെക്കുറിച്ച് ഇവന്റെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്താണ്? അവൻ അറിയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകൊച്ച് ഇപ്പോൾ മറ്റൊരു പുരുഷന്റെ കൂടെ താമസിച്ച് എന്നെ വഞ്ചിച്ചു. അങ്ങനെ വഞ്ചകിയായ അവനെ വഞ്ചിച്ച ഒരു സ്ത്രീയോടാണ് അവൻ കാണിക്കുന്ന കാരുണ്യം. അവനറിയത്തില്ലല്ലോ ഇത് പരിശുദ്ധാത്മാവിനാണെന്നുള്ള ആർക്കറിയത്തില്ല. യോസഫിന് അറിയത്തില്ല. യോസഫിന്റെ നോട്ടത്തിൽ എന്നെ വഞ്ചിച്ച ഒരു സ്ത്രീ, എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു, അവൾ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടു, അവൾ ഇപ്പോൾ ഗർഭിണിയാണ്. ഞാൻ നോർമലി എന്തായിരിക്കും ചെയ്യുന്നത്? എനിക്കൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് നേരെ പോയി നീതിമാനായിട്ട് എനിക്ക് സന്നദ്ധ സംഘത്തിൽ പറയാം. എന്ത് പറയാം? ഐ എം റൈച്ചസ്, ഇവൾ അൺറൈച്ചസ് ആണ്. അവളെ പബ്ലിക് എക്സാമ്പിൾ ആക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുകയാണ്. ഒരുപക്ഷെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടേക്കാം. എന്നാൽ യോസഫ് തീരുമാനിച്ചു, നോ, ഞാൻ ഒരിക്കലും ആ പെൺകുട്ടി എന്ത് ചെയ്യത്തില്ല? അപമാനിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അപമാനിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കണമെങ്കിൽ ഇവൻ അപമാനമേറ്റാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. തന്നെ വഞ്ചിച്ചുവെന്ന് തനിക്ക് ബോധ്യമുള്ള പെൺകുട്ടി അപമാനിതയായി തീരാതിരിക്കാൻ വേണ്ടി സ്വയം അപമാനമേറ്റെടുക്കുന്നവനാണ് യോസഫ്. ആ യോസഫിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട്
അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന്. അപ്പൊ എന്താണ് നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീതിമാൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ വഞ്ചനയെ, വഞ്ചിക്കുന്നവരെ പോലും, എന്നെ വഞ്ചിച്ച വ്യക്തിയുടെ കുറ്റത്തെ ഞാൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അപമാനത്തെ ഞാൻ സഹിക്കുന്നതാണ് വാസ്തവത്തിൽ നീതി എന്ന് പറയുന്നത്. അത്ര കുറഞ്ഞ കാര്യമൊന്നുമല്ല റൈച്ചസ്നെസ്. കാര്യം എ റൈച്ചസ് പേഴ്സൺ നെവർ വാണ്ട് ടു സീ ദാറ്റ് ഹി ഈസ് ഹർട്ടിങ് സംബഡി. മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. ഒരുത്തൻ നീതിമാനാണെങ്കിൽ മറ്റൊരാളെ അപമാനിക്കുന്ന കാര്യത്തിന് കൂട്ടുനിൽക്കത്തില്ല, അത് തന്നെ വഞ്ചിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല യോസഫിനെ പോലെ നീതിമാനാവുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയം തന്നെ. നിറഞ്ഞ വിശ്വാസം, ഉറച്ച വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൽ വിജയം തന്നെ. ജീവിതത്തിൽ വിജയം തന്നെ. നിറഞ്ഞ വിശ്വാസം, ഉറച്ച വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൽ വിജയം തന്നെ. ജീവിതത്തിൽ വിജയം തന്നെ. നിറഞ്ഞ വിശ്വാസം, ഉറച്ച വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൽ വിജയം തന്നെ.